നമസ്കാരം. പാരിപ്പള്ളി കുളമട അക്ഷരയുടെ വീടിന് മുന്നിലാണ് സമുദ്ര വിഷൻ ഇപ്പോഴുള്ളത്. കുരുന്നു ബാല്യങ്ങൾക്ക് ഇടയിൽ കരൾ രോഗം കവർന്ന കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഓരോ വ്യക്തികളും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ആ കുരുന്നു ബാല്യത്തെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് ഡോണറായി നിൽക്കുന്നത്. ബാല്യകാലത്തെ കളിച്ചിരിക്കും കുട്ടിത്തത്തിൻ്റെ കുസൃതിയും ആസ്വദിക്കേണ്ട അക്ഷര കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയാകുവാൻ സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുകയാണ്. സമുദ്ര വിഷൻ അംഗങ്ങളോട് വളരെയധികം വാചാലയാകുകയും തൻ്റെ സ്വപ്നം നല്ലൊരു നർത്തകിയാകണമെന്നതുമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിലും നൊമ്പരം നിറച്ചു. എൻ്റെ പേര് സുഗുണൻ, വീട്ടിൽ നിന്ന് കുഞ്ഞോന്നാണ് അറിയപ്പെടുന്നത്. മോക്ക് 1.5 വയസ്സ് തൊട്ട് മോക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ SHലെ ചികിത്സയായിരുന്നു. പ്രശാന്ത് ഡോക്ടറാണ് ചികിത്സയും കാര്യങ്ങളും. അപ്പോൾ ഗുളികയിലും മരുന്നിലും മോക്ക് ഇങ്ങനെ മാറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാറിയില്ല. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് അമൃത പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന താങ്ങത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലായിടത്തും പറഞ്ഞത്. എനിക്ക് കൂലിപ്പണിയാണ്. അപ്പോൾ എല്ലാവരെയും സഹായം വേണം മോക്ക് വേണ്ടി. ഇപ്പം മോക്കിപ്പം 6 വയസ്സായി. 6 വയസ്സായെങ്കിലും 4-4.5 വർഷമായി മോളെ ചികിത്സ തുടങ്ങിയിട്ട്. SH തന്നെയാണ് അന്ന് തൊട്ട്. ഇപ്പം അമൃതയെ കൊണ്ടുപോയിട്ട് ഇപ്പം 6-7 മാസമായതേ ഉള്ളൂ. തൻ്റെ പൊന്നോമനയ്ക്ക് കരൾ പകുത്തു നൽകാൻ ഒരുങ്ങുകയാണ് ആ മാതാവ്. നാടും ബന്ധുക്കളും ഒന്നടങ്കം ഭീമമായ ചികിത്സാ ചെലവിനുള്ള വഴി കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ്. 40 ലക്ഷം രൂപയാണ് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്നത്. എൻ്റെ പേര് അശ്വതി, ഞാൻ മോളുടെ അമ്മയാണ്. ഡോണർ ഞാനാണ്. ഞാൻ അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ്, പക്ഷേ 20 ലക്ഷത്തോളം രൂപ നമ്മൾ 2 പേര് സർജറി ഫീസ് വേണം. അത് കഴിഞ്ഞ് 3 മാസം പുറത്ത് താമസിക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടി 45 ലക്ഷത്തോളം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞ്. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. നമ്മളെ കൊണ്ട് ഇത്രയും പൈസ ശേഖരിക്കാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാം ഞങ്ങൾക്ക് സഹായിക്കും. ഇപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. സ്വന്തമായി വീടില്ലാത്ത കൂലിപ്പണി ചെയ്യുന്ന അക്ഷരയുടെ അച്ഛന് ഭീമമായ തുക കണ്ടെത്തുക വളരെ പ്രയാസമാണ്. അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. അക്ഷരയെ കൂടാതെ 2 കുട്ടികൾ കൂടിയുണ്ട്. അവരുടെ പഠനം, നിത്യച്ചെലവ്, അക്ഷരയുടെ ചികിത്സ ആകെ പരിതാപകരമാണ് ഇവരുടെ അവസ്ഥ. ജൂൺ 3-ാം തീയതിക്കകത്ത് ഇത് കൊച്ചിന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എല്ലാവരെയും സംഘടനകളും എല്ലാം ചേർന്ന് 1 രൂപയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ. ഞാൻ പാരിപ്പള്ളി നാദരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ജ്യേഷ്ഠനാണ്. കക്ഷി കൂലിപ്പണിയാണ് ചെയ്യുന്നത്. പാരിപ്പള്ളിയിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ആരും സഹായിക്കാനും ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ സന്നദ്ധ സംഘടനകളിലൊക്കെ കുറേ അപേക്ഷകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നാദരംഗം ക്ലബ്ബ് കുറേ കുട്ടികളെയും എല്ലാവരും വെച്ച് കുറേ വീടുകളും അല്ലാതെ വണ്ടിപ്പിരും അങ്ങനെ കുറേ പൈസ കളക്ട് ചെയ്ത് നമ്മളിവർക്ക് കൊടുക്കാനാണ് തീരുമാനം. നമ്മളെപ്പോലെ തന്നെ തങ്ങളുടെ മക്കളെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ ഈ മാതാപിതാക്കൾക്കുമുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും ഈ കുടുംബത്തിന്റെ സന്തോഷവും കുഞ്ഞക്ഷരയുടെ കളിച്ചിരിയും സ്വപ്നങ്ങളും നിറവേറ്റാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പൈസ എപ്പോഴും റെഡിയായാലും അപ്പോഴേ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴും നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് ഇല്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും. തുക എത്രയും വേഗം കണ്ടെത്തിയാൽ ഇരുവരെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി അക്ഷരയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാനാകും. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന് ഈ ചികിത്സ വളരെയേറെ ഭാരിച്ച ഒരു അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, അവർക്ക് സ്വന്തമായി കിടക്കാനൊരു കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ കുരുന്നു ബാല്യത്തിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയും.